കെ എം മാണിയുടെ രാജിയോടെ സർക്കാരും UDF-ഉം അഭിമുഖീകരിച്ചിരുന്ന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാനസികമായി അകൽച്ചയിലായിരുന്ന കെ എം മാണിയും പി ജെ ജോസഫും പുതിയ സംഭവ വികാസങ്ങളോടെ കൂടുതൽ അകലുകയാണ്. പാർട്ടിയിൽ ഇരുവർക്കുമൊപ്പമുള്ളവരിലും ഈ അകൽച്ച വർദ്ധിക്കുന്നത് സമീപഭാവിയിൽ പിളർപ്പിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം എന്ന മഹത്തായ സ്വപ്നത്തിലെ നാഴികക്കല്ലായാണ് 2010-ൽ മാണി ജോസഫ് വിഭാഗങ്ങളുടെ ലയനത്തെ നേതാക്കൾ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ബാർക്കോഴ കേസിൽപ്പെട്ട് കെ എം മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമ്പോൾ ഒപ്പം ഇരു വിഭാഗങ്ങളും തമ്മിൽ കടുത്ത ഭിന്നതയും രൂപപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമായി വിശേഷിപ്പിക്കപ്പെടാവുന്ന രാജിയിൽ സ്വന്തം പാർട്ടിയെ ഒന്നടങ്കം ഒപ്പം നിർത്താനാണ് മാണി ശ്രമിച്ചതെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ജോസഫ് പക്ഷം മാറി നിൽക്കുന്നു. സാങ്കേതികമായി ഒരു പാർട്ടിയിലാണെങ്കിലും നിർണായക ദിവസത്തിൽ ഇരുവിഭാഗവും വെവ്വേറെ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. കെ എം മാണി ആഗ്രഹിച്ചതുപോലെ ഒപ്പം രാജിവെക്കാൻ പി ജെ ജോസഫ് തയ്യാറാകാതിരുന്നത് ഇരുവരും തമ്മിൽ മാനസികമായി കടുത്ത ഭിന്നതയ്ക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഇത് പിളർപ്പിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത പാർട്ടി നേതാക്കൾ പോലും തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ UDF-ൽ നിന്ന് വിട്ടുപോകാൻ ഇരുവിഭാഗങ്ങളും ശ്രമിക്കില്ലെങ്കിലും സമീപഭാവിയിൽ ഇതുണ്ടായിക്കൂടുന്നില്ല. മാണി ഒരിക്കലും മറക്കുന്ന മുറിവല്ല UDF-ഉം കോൺഗ്രസും നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF വിടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നതിനാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയില്ല. കേരള കോൺഗ്രസുകളുടെ ലയനവും നടക്കാത്ത സ്വപ്നമായി മാറുകയാണ്. മാണിക്കൊപ്പം ലയിച്ച PC ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിച്ച് LDF പ്രവേശനം ലക്ഷ്യമിടുമ്പോൾ ബാലകൃഷ്ണപിള്ളയും ഇടതുമുന്നണി പ്രവേശനം സ്വപ്നം കാണുകയാണ്. PC തോമസ് NDAയിൽ അഭയം തേടിയപ്പോൾ സ്കറിയ തോമസ് പക്ഷം ഇടതുപക്ഷത്ത് നിൽക്കുന്നു. ജേക്കബ് വിഭാഗമാകട്ടെ UDF-ന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. വളരും തോറും പിളരുന്ന കേരള കോൺഗ്രസിൽ ഇനി എത്ര പിളർപ്പുകൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.